ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി. അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഒരു താജ്മഹൽ ആക്കാൻ പോകണം ഗൈസ്. അതിനായിട്ട് ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ വാരി പൊത്തുന്നുണ്ട് മുഖത്ത് മൊത്തം. എന്നിട്ട് ഞാൻ എൻ്റെ ആര്യക്കൂട്ടൻ്റെ കുറച്ച് ബേബി പൗഡർ അടിച്ച് മാറ്റിക്കൊണ്ട് വന്നു ഗൈസ്. അവനെ കണ്ട എന്നെ വെട്ടി തുറക്കും ഗൈസ്. അങ്ങനെ ഞാൻ പൗഡറൊക്കെ ഇട്ട് മുടുക്കനായില്ല ഗൈസ്. അതിന് ലിപ് ലൈനർ വേണോ ഐബ്രോ വേണോ? ഐബ്രോ എഴുതാം അല്ലേ? എന്നാൽ പിന്നെ ഐബ്രോ എഴുതിയേക്കാം. അങ്ങനെ ഞാൻ ഐബ്രോ ഒക്കെ എഴുതി ബ്രഷൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ലിപ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതെങ്ങനെ ചെയ്യേണ്ടത് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ ഞാൻ എന്തൊക്കെ കാണിച്ചു വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ പ്രാണനായ എനിക്ക് ഇവനില്ലാതെ ഒരു ജീവിതമില്ല ഗൈസ്. എൻ്റെ സ്വന്തം ലിപ്സ്റ്റിക്ക്. അങ്ങനെ അവനെ ഞാൻ കുറച്ച് വാരി അറഞ്ചും പുറഞ്ചും വാരത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ എന്നെപ്പോലെ ലിപ്സ്റ്റിക്കിന് അഡിക്റ്റായ ചങ്കത്തികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണേ. അടുത്ത ഇനി നമുക്ക് കണ്ണെഴുതാം അല്ലേ? ഡാസ്ലറിൻ്റെ ഐലൈനറൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് കാജലിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ എഴുതി കൊടുക്കാം. ഏകദേശം ഇപ്പം ഒരുവിധമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തോ ഒരു കുറവുണ്ടല്ലേ? ഇവിടെ ഇരിപ്പുണ്ടല്ലോ പൊട്ട് തൊട്ടില്ലെങ്കിൽ എൻ്റെ മുഖം വല്ലാണ്ടിരിക്കും. എനിക്ക് പൊട്ടില്ലാണ്ട് പറ്റത്തില്ല. അടുത്ത് ഇനി ഒരു ഗോൾഡ് കളറ് കമ്മലാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് ഗൈസ്. ഞാൻ ഡുണ്ട്രി ആയെന്ന് പറയണേ ഗൈസ്. ഇനി ഹെയറൊക്കെ സെറ്റാക്കാനുണ്ട്. അതെൻ്റെ സിസ്റ്ററാട്ടോ ചെയ്തു തരുന്നത്. ഹെയർ സെറ്റ് ചെയ്യുന്നതിന് മുന്നാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. കുളിയും നനയൊന്നും ഇല്ലാത്തതിന് കുറച്ച് സ്പ്രേയും വാരിപ്പൊത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ ഡുണ്ട്രും എൻ്റെ കൂടെ ഉണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ ആര്യക്കൂട്ടൻ, എൻ്റെ സിസ്റ്ററിൻ്റെ വാവയാട്ടോ. ഇവൻ്റെ പൗഡറാണ് ഗൈസ് ഞാൻ മുമ്പ് അടിച്ച് മാറ്റിയത്. അങ്ങനെ അവന് സോപ്പിട്ട് 2 ഉമ്മയൊക്കെ കൊടുത്ത്. ഇത്രയുള്ളൂ ഗൈസ്. ഓക്കെ ബൈ.